ഗുരുവിൻ്റെ മൊഴിയിൽ നിന്നൊഴുകും തിരുവചനം ഒരു മനമായി കേൾക്കാം, ഒരുമയോടെ പാടാം, അനുഗ്രഹമായി തീർക്കാം ഈ സുദിനം നമ്മിൽ വചനത്തിൻ കൃപയോടെ മുന്നേറിയിടാം. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 18-ാം അധ്യായം 34-ാം തിരുവചനം. ഇക്കാര്യങ്ങളൊന്നും അവർ ഗ്രഹിച്ചില്ല. ഈ പറഞ്ഞതിന്റെ പൊരുൾ അവരിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരുന്നു. അവൻ സംസാരിച്ചവ അവർ മനസ്സിലാക്കിയതുമില്ല. കരുണ്യവാനും സ്നേഹനിധിയുമായി ഞങ്ങളുടെ നല്ല തമ്പുരാനെ, പീഡാനുഭവവും ഉത്ഥാനത്തെയും കുറിച്ചുള്ള 3-ാമത്തെ പ്രവചനം അങ്ങ് നടത്തിക്കഴിഞ്ഞതിന്റെ അവസാന ഭാഗത്ത് സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്കുകളാണിവ. നാഥാ, ശിഷ്യന്മാർക്ക് പലതും അങ്ങ് ചെയ്തതും പറഞ്ഞതും മനസ്സിലായില്ല. ഞങ്ങളുടെ ദൈനംദിന ജീവിതത്തിലേക്ക് ഞങ്ങൾ കടന്നു ചെല്ലുമ്പോൾ നാഥാ, പലപ്പോഴും ഞങ്ങൾക്ക് സംഭവിക്കുന്നവയും ഞങ്ങൾക്ക് മനസ്സിലാക്കുവാനും ഗ്രഹിക്കുവാനും സാധിക്കുന്നില്ല. ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങൾ, ജീവിതത്തിലെ പരാജയങ്ങൾ, ഇതെല്ലാം ഞങ്ങൾ തുറിച്ചു നോക്കുന്നു. അപ്പോഴെല്ലാം അങ്ങയിൽ ആശ്രയം കണ്ടെത്തി ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകി അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നീതിമാനായ മറിയൂസേപ്പിന്റെ മധ്യസ്ഥവും സകല മാലാഖമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കൃപയോടെ മുന്നേറി